അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്കിന്നേ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ചർച്ച എന്ന് പറയുമ്പോൾ വലിയ സീരിയസ് ഒന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ബ്ലൗസ് ഇട്ട് കഴിയുമ്പോഴല്ലോ ഫ്രണ്ടിലും ബാക്കിലും ചുളിവുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങിപ്പോകാറുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ ചുളിവുകൾ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആം ഹോളാണ്. നമ്മൾ എടുത്ത ആം ഹോള് അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ബ്ലൗസിൻ്റെ ആം ഹോള് ഈ ആം ഹോളുമായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആം ഹോള് കൂടുതലായി പോയിട്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്, ഈ ചുളിവുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ബ്ലൗസ് തയ്ക്കുകയാണെങ്കിൽ ഈ കൈ അറ്റാച്ച് ചെയ്യണതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. കൈ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇട്ട് നോക്കണം. കറക്റ്റാണോ, സൈഡ് കറക്റ്റാണോ എന്നൊക്കെ, ഷേപ്പ് ചെയ്തതൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ആ ചുളിവുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആം ഹോള് കറക്റ്റായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ചുളിവുകൾ ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ബ്ലൗസ് കറക്റ്റ് ആം ഹോളാണോ എന്ന് ചെക്ക് ചെയ്തേക്കുക. ആ അനുസരിച്ച് ആ അളവിൽ തന്നെ ചെയ്യുക. ആം ഹോള് അളവെടുക്കുമ്പോൾ ടേപ്പ് നന്നായിട്ട് കറക്റ്റായിട്ട് ടൈറ്റിൽ പിടിച്ചിട്ട് തന്നെ വേണം നമുക്ക് അളവെടുക്കാനായിട്ട്. ഓക്കെ. ഇനിയിപ്പോൾ ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് മുകളിലടിക്കുകയോ സൈഡിലടിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സൈഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുളിവ് അവിടെ തന്നെ നിൽക്കും, ബ്ലൗസ് ടൈറ്റായി പോകും. സൈഡിലടിച്ചാൽ എന്ന് വെച്ചാൽ അളവും മാറ്റം വന്നല്ലോ. അതുപോലെ തന്നെ മുകളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ടക്കിലും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആം ഹോൾ നമുക്ക് കറക്റ്റായിട്ട് വരണം. അതിനുശേഷം മാത്രം നമ്മൾ കൈ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കഴുത്ത് നമുക്കിപ്പോൾ കുറച്ച് ഇറങ്ങിയതാണെങ്കിൽ നമ്മൾ ഷോൾഡർ അളവെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഷോൾഡർ നമ്മുടെ അളവെടുത്തു, നമുക്ക് ഒരു 15 ഇഞ്ച് കിട്ടിയെന്ന് വയ്ക്കാം. ഈ 15 ഇഞ്ച് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാണല്ലോ മാർക്ക് ചെയ്യുക. തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ മടക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ പകുതി മാർക്ക് ചെയ്യും. അപ്പോൾ 7.5. ഈ 7.5യിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാൻ. എന്നാലാണ് ഷോൾഡർ കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറിൽ നിൽക്കുള്ളൂ. ഇനി ഷോൾഡർ കൂടുതലായി പോയാലും ഇതുപോലെ ഇറങ്ങിപ്പോവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കൈ ഇറങ്ങിയതവരാണെങ്കിൽ, അതായത് ഇപ്പോൾ എൻ്റെ ഈ കൈ മുട്ടിന് താഴെയുണ്ട്. എൻ്റെ ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഇത്. എൻ്റെ കൈ മുട്ടിന് താഴെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൈ വന്നിട്ട് മുട്ടിൽ വന്ന് ടൈറ്റായിട്ട് വലിഞ്ഞിട്ടും ഇത് ഇങ്ങനെ കഴുത്തകന്ന് പോകാനും ഷോൾഡർ ഇറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൈ കറക്റ്റാക്കുക, അതുപോലെ തന്നെ ആം ഹോളും കറക്റ്റാക്കുക. ഇപ്പം നമ്മൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ ആം ഹോള് വലുതായിപ്പോയി. ആം ഹോള് ചെറുതാക്കാൻ സൈഡ് ഒതുക്കാൻ പറ്റില്ല, മുകളിൽ ഒതുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രണ്ടിലൊരു ടക്കില്ലേ, ആ ടക്കൊന്ന് പിടിച്ചടിക്കുകയാണെങ്കിൽ നമുക്ക് ആം ഹോളൊന്ന് ചെറുതായി കിട്ടും കേട്ടോ. ഒരുപാടൊന്നുമല്ല, കുറച്ച് ഒരു 4 ഇഞ്ചൊക്കെ പിടിച്ചടിച്ച് 1/2 ഇഞ്ച് അത് ഓക്കെ ആയി കിട്ടുമല്ലോ രണ്ട് സൈഡിൽ നിന്നും കൂടെ. അപ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴിയിൽ ടക്ക് മാത്രം ഒന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി കൈ ലൂസായിട്ടുണ്ടെങ്കിലോ കൈ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിലോ കൈ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. കൈ, ഷോൾഡർ, പിന്നെ ആം ഹോള്, സൈഡൊക്കെ കറക്റ്റായ ബ്ലൗസ് പക്ക കറക്റ്റാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോളാണ് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണത്. ഞാനിപ്പോൾ ഈ ആം ഹോളിൻ്റെ കാര്യം പറയാനാണ് വന്നത്. പലരും കൈ ഇറങ്ങിപ്പോണ്, ഇപ്പോൾ അളവെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയും. പിന്നെ ടക്കൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക. നമ്മുടെ ടക്ക് പോയിൻറ്റ് കറക്റ്റായിട്ട് പിടിക്കുക, മുകളിൽ നിന്നുള്ള ലെങ്ത്ത് പിടിക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ടക്ക് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നെക്ക് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് നമുക്ക് ലൂസ് കൂടുക കുറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ബ്ലൗസ് തയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കട്ടിങ്, അതുപോലെ തന്നെ ടക്ക്, ആം ഹോള് ഇതൊക്കെ കറക്റ്റായാലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് സാരി ഉടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ബ്ലൗസ് എനിക്ക് കറക്റ്റാണ്. ഞാൻ പിന്നെ ഒരുപാട് ടൈറ്റിൽ അങ്ങനെ ഇടാറില്ല. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ചുരിദാർ യൂസ് ചെയ്തിട്ട് സാരി ഉടുക്കുമ്പോൾ ഭയങ്കര ഒരു ശ്വാസം മുട്ട് പോലെ തോന്നും. ഇതിപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കല്യാണത്തിന് എടുത്ത സാരിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സാരിയും കൂടെ എടുത്താലല്ലേ നിങ്ങൾക്ക് ബ്ലൗസ് കാണിച്ചു തരാൻ പറ്റുള്ളൂ. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. സാരി ഇഷ്ടമായാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും കേട്ടോ.